ഹലോ ഡാലസ്. അങ്ങനെ തിരുവോണ നാളിൽ വെളിയിൽ നിന്ന് ഒരു ഊണുണ്ണാം എന്നുള്ളൊരു പ്ലാനിൽ ഞാനും അച്ചായനും മമ്മിയും മഞ്ജുവും കൂടെ നേരെ കരോൾട്ടനുള്ള പാമിൻ്റെ റെസ്റ്റോറൻറ്റ് തന്നെ ശരണം പ്രാപിച്ചു. ഞങ്ങൾ മാത്രമല്ല, ഞങ്ങളുടെ കൂട്ടുകാർ ബിജോയ്, ശാലിച്ചാനും ഫാമിലി എല്ലാവരും അവിടെ വന്നിട്ടുണ്ട്. ഇടദിവസം ആയതുകൊണ്ട് തന്നെ ഇത്രയും തിരക്ക് പ്രതീക്ഷിച്ചിരുന്നില്ല. പക്ഷേ വഴിയിൽ വരെയായിരുന്നു ക്യൂവിൽ നിന്ന് പയ്യെ ഉച്ച സമയം ഞങ്ങൾ ഒരു വിധത്തിൽ അകത്തെത്തി. നല്ല ചൂടായതുകൊണ്ട് വെളിയിൽ നല്ല ബുദ്ധിമുട്ടായിരുന്നു. അകത്ത് കയറിയപ്പോഴാണ് കുറച്ച് ശമനം ചൂടിനുണ്ടായത്. ഞങ്ങൾ അകത്ത് തന്നെ കയറി വരുമ്പോൾ തന്നെ നല്ലൊരു മനോഹരമായ അത്തപ്പൂ അവർ ടേബിളിലിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആൾക്കാരെല്ലാം കഴിച്ചുകൊണ്ടിരിക്കുന്നു. രുചി കൊണ്ടാണെന്ന് തോന്നുന്നു ആൾക്കാർ കഴിച്ച് എണീക്കാൻ കുറച്ച് ലേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. എന്നിരുന്നാൽ പോലും നമ്മൾ ക്ഷമയോടെ കാത്തു നിന്നു. ഓണമാണല്ലോ, ക്ഷമയാണ് വലുത്. സലിമിക്ക വരുന്നവരെയൊക്കെ വെൽക്കം ചെയ്യുന്നുണ്ട്. സലിമിക്കയും സോനീഷും രണ്ടുപേരും നമ്മുടെ സുഹൃത്തുക്കളാണ്. അവരാണ് ഈ റെസ്റ്റോറൻറ്റിൻ്റെ ഓണേഴ്സ്. പിന്നെ എല്ലാവരും തന്നെ ഓണമല്ലേ സന്തോഷിച്ച് ഫോട്ടോയൊക്കെ എടുത്ത് അവിടെ നിൽക്കുകയാണ്. അവസാനം അങ്ങനെ കാത്തിരുന്ന് അവസാനം നമുക്ക് ഒരു സീറ്റ് കിട്ടി. ഞങ്ങൾ 5 പേര് ഒരുമിച്ചിരുന്നു. ബിജോയി, ഞാൻ, അച്ചായൻ, അമ്മ, അതുപോലെ തന്നെ മഞ്ജു, ശാലിച്ചാനും ചേച്ചിയും ഓപ്പോസിറ്റ് ഇരിപ്പുണ്ട്. ഇനി എന്തായാലും ഞങ്ങളിരുന്നു ഫുഡ് കഴിക്കാനായിട്ട് ആരംഭിച്ചു. ഫുഡ് വിളമ്പുന്നതും കാത്ത് വെയിറ്റിങ്ങിലാണ്. അങ്ങനെ ഇരുന്ന് അവസാനം ഫുഡ് വിളമ്പാൻ തുടങ്ങി. ബിജുമോനൻ മറ്റേ സിനിമയ്ക്ക് അത് പറഞ്ഞ പോലെ പയ്യെ ഓരോ സാധനങ്ങൾ വന്നുകൊണ്ടേയിരുന്നു. അവസാനം ഊണ് കഴിക്കാൻ നേരത്ത് പിന്നെ വീഡിയോ എടുക്കേണ്ട കാര്യമില്ലല്ലോ, എല്ലാവർക്കും അറിയാം ഊണ് എന്താണെന്ന്. പക്ഷേ ഇവിടുത്തെ 25 ഐറ്റംസും ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റ് ആണെന്ന് തന്നെ പറയാം. അതും ഇലയിൽ ഇങ്ങനെ വിളമ്പി തരാൻ പറ്റുന്ന റെസ്റ്റോറൻ്റൊക്കെ വളരെ കുറവാണ് ഡാലസിൽ. അപ്പോൾ പാമിൻ്റെക്കാർക്ക് അതിന് നിറഞ്ഞൊരു കയ്യടി തന്നെ കൊടുക്കണം. എന്നിരുന്നാൽ പോലും നല്ല രുചികരമായ ഫുഡ് ഇങ്ങനെ ഇളക്കി കഴിക്കുമ്പോണ്ടല്ലോ, ഏതൊക്കെ ഭക്ഷണം ബർഗർ കഴിച്ചാലും വേറെ പിസ്സ കഴിച്ചാലും ഇങ്ങനെ ചോറ് ഇത്രയും കറികൾ കൂട്ടി കഴിക്കുന്ന ഒരു ടേസ്റ്റ് വേറെ ഒന്നിനും കിട്ടത്തില്ല. എന്നിരുന്നാലും നമ്മുടെ ചോറിൻ്റെ കൂടെ അതിൻ്റെ രീതിയിൽ തന്നെ അവർ വിളമ്പി എല്ലാ കറിയും കൂട്ടി കഴിച്ചു. എൻ്റെ പൊന്നു മക്കളെ, അവസാനത്തെ ഒരു പായസം ഉണ്ടല്ലോ, കാര്യം അമേരിക്കയാണ്, സ്പൂണിലൊക്കെ കഴിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിലും ഈ ചോറിനകത്ത് പരിപ്പും സാമ്പാറും അതെല്ലാം കൂടെ കഴിച്ചു കഴിയുമ്പോൾ ലാസ്റ്റ് പായസം അങ്ങോട്ട് ഒഴിച്ചിട്ട് ഒരു പഴം എടുത്തിട്ട് ഇങ്ങനെ ഇളക്കി കഴിക്കുന്നതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ, പറയുമ്പോൾ തന്നെ വായിൽ വെള്ളം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണ് ഞാൻ കഴിച്ചത്. പായസം ഒഴിച്ച് പഴവും അങ്ങോട്ട് ഞെവിടി നല്ല സെറ്റായിട്ട് കഴിച്ചു. ഒരു രക്ഷയില്ല. അവസാനം നമ്മുടെ ഇല ക്ലീനാക്കി എണീറ്റു. ഒരു നല്ല ഏമ്പക്കവും വിട്ട് നല്ല ക്ഷീണമുണ്ട്. ഇനി വീട്ടിൽ പോയിട്ട് നല്ലൊരു ഉറക്കം. ഇനി എന്തായാലും സൂപ്പർ ഫുഡായിരുന്നു. അപ്പം ഈ വരുന്ന ശനിയാഴ്ച 29-ാം തീയതി, ഈ വരുന്ന 30-ാം തീയതി ഞായറാഴ്ചയും, അതായത് ഈ വരുന്ന ശനിയും ഞായറും പാമിൻ്റെ അവിടെ ഫുഡ് വിളമ്പുന്നുണ്ട്. ഒന്നും നോക്കണ്ട, ഡാലസിലെ ആൾക്കാർ ചെന്നിരുന്ന് കഴിക്കാനാണെങ്കിൽ, ഒരു ഓണത്തിൻ്റെ ഒരു മൂഡൊക്കെ കിട്ടുന്ന കുറേ ഫോട്ടോയൊക്കെ എടുത്ത് പോരാനാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ പാമിൻ്റെ റെസ്റ്റോറൻറ്റ് പോക്കോ. നല്ല ഒന്നാന്തരം ഓണസദ്യ നിങ്ങൾക്ക് കഴിച്ചിട്ട് തിരിച്ചു പോരാം. താങ്ക് യു.